എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം, അടിപൊളിയായിട്ട് പോണു. അപ്പൊ ഇപ്പൊ ഒരു ഇവന്റിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ഉള്ളത്. എങ്കിലും ഞാൻ കുറച്ച് സമയം ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പൊ കുറച്ച് കാര്യം സംസാരിക്കാം. പുതിയ പ്രൊജക്ട് ഏതാണ്? പുതിയ പ്രൊജക്ട്സ് എന്ന് പറഞ്ഞാൽ ഫിലിം പ്രൊജക്ട്സ് ആണോ അതോ പാട്ടിന്റെ? എല്ലാം ഓക്കെ. അപ്പോൾ ഫിലിം പ്രൊജക്ട്സ് പറഞ്ഞാൽ ജയരാജ് സാറിൻ്റെ ആണ് മലയാളത്തിൽ ഞാൻ ചെയ്തത്. നെക്സ്റ്റ് ജാനമനായിരുന്നു ഞാൻ ലാസ്റ്റ് അഭിനയിച്ച പടം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പെരങ്കളിയാട്ടം എന്നാണ് സുരേഷ് ഗോപി സാറിൻ്റെ. സെക്കൻഡ് പാർട്ട് എന്ന് പറയാൻ പറ്റില്ല, സോ പുതിയ ഒരു സംഭവം തന്നെയാണ്. ബട്ട് ഒരു നല്ലൊരു ക്യാരക്ടറാണ് അതിൽ ഞാൻ ചെയ്യുന്നത്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതാണ് മലയാളത്തിൽ. പിന്നെ തെലുഗു പടം ചെയ്തു, 2 തെലുഗു പടം ചെയ്തു. ഒരെണ്ണത് ആമസോൺ പ്രൈമിലുണ്ട്. അതിന്റെ പേര് നെയ്നു മീക്കു ബാഗ കവൽസിന വാടിനി എന്നാണ്. അത് കഴിഞ്ഞിട്ടൊരു അതെ NMBK ഷോർട്ട് ഫോം NMBK എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ട് തെലുങ്കില്. ഇപ്പോൾ ഒരു പടം ഓൺ പ്രോസസ് ആണ്. അതാണ് പടത്തിന്റെ ഒരു പരിപാടികൾ. എപ്പോഴും ഇഷ്ടപ്പെടുന്നത് പാട്ടുകൾ കേൾക്കാനായിട്ടാണ് താങ്കളുടെ. തൈക്കുടം ബ്രിഡ്ജിന്റെ ഫൗണ്ടേഴ്സിൽ ഒരാളാണ്. ഞാനും ചേട്ടനാണ് സ്റ്റാർട്ട് ചെയ്തത്. മീൻസ് ഗോവിന്ദേട്ടൻ. ഗോവിന്ദേട്ടൻ ബന്ധുവാണ്? എന്റെ ചെറിയച്ഛന്റെ മോനാണ്. അങ്ങനെ ഒരു ബന്ധം കൂടെ എനിക്കറിയില്ല. ഓക്കെ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ നിങ്ങളെല്ലാം സെപ്പറേറ്റ് ആയി വലിയ വലിയ കാര്യങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് തൈക്കടം ബ്രിഡ്ജിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ? അല്ല, ഒരു ഷോസ് ചെയ്യുന്നു. ഒരു മ്യൂസിക് ബാൻഡ് ആവട്ടെ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആവട്ടെ, ഇത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പൊ ടിവിയിൽ അങ്ങനെ നമ്മൾ പരിപാടികൾ ചെയ്യുന്നില്ല. കൂടുതൽ ഒരു ആർട്ടിസ്റ്റ് ഒരു സിംഗറിന്റെ ഒരു മെയിൻ വരുമാനം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലൈവ് ഷോസും പരിപാടികളൊക്കെയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നേരം മുമ്പ് ആസ് വി വർ ടോക്കിംഗ്, ഈ യൂട്യൂബ് ചാനൽ ഒക്കെ നമ്മൾ ഇടുന്നു, ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ സോങ്സ് റിലീസ് ചെയ്യുന്നു. സോ ഷോസ് ആണ് ഇപ്പൊ എല്ലാവരും കൂടുതൽ. തൈക്കുട ആണെങ്കിലും ഞാനാണെങ്കിലും നമ്മളെല്ലാവരും ഷോസ് ആണ് കൂടുതൽ ചെയ്യാറ്. പിന്നെ ഇടയ്ക്ക് എനിക്ക് സമയമൊക്കെ നല്ല പ്രൊജക്ട് ഒക്കെ വരുമ്പോൾ ഞാൻ അഭിനയിക്കാൻ പോകും. പിന്നെ ക്രിക്കറ്റും കളിക്കും. അപ്പൊ ഇതൊക്കെ എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ബേസിക്കലി ഈ 3 പരിപാടിയും. അപ്പോ ഞാൻ എല്ലാം ചെയ്യുന്നു. അപ്പൊ ക്രിക്കറ്റ് ടോപ്പിക് ഇങ്ങോട്ട് വന്നോണ്ട് ഞാൻ ചോദിക്കട്ടെ, 3 ഓപ്ഷൻ തന്നാൽ ആക്ടിങ്, ക്രിക്കറ്റ്, സിംഗിങ്, ഇതിൽ ഏത് ഫസ്റ്റ് ചൂസ് ചെയ്യും? അതെനിക്ക് സിംഗിങ് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതൊരു കള്ളമായിരിക്കും. അത് കാരണം എന്റെ വൈഫ് ഇത് കാണും ചിലപ്പോ. കാരണം എന്താ അറിയോ, ഞാൻ ചില പ്രാവശ്യമൊക്കെ ഷോസും ചിലപ്പോ എടുക്കാണ്ടാവും. ക്രിക്കറ്റ് കളി സാധാരണ ഒരു സൊസൈറ്റിയിലൊരു ക്രിക്കറ്റ് കളിയായിരിക്കും ചിലപ്പോ. അപ്പോ എന്റെ അടുത്ത് എന്റെ വൈഫ് ചോദിക്കും, നിനക്ക് ാണോ നീ ഒരു സൊസൈറ്റി കളിക്ക് വേണ്ടി നീ ഷോക്ക് വിടുന്നത്? ഭയങ്കര മോശമാണ്. ഇപ്പൊ ഷോക്ക് എത്ര പേർക്ക് അപ്പോ സെന്റി ആയിരിക്കും, എത്ര പേർക്കൊക്കെ ഷോസ് ഒന്നും ഇല്ലായിരിക്കും. അപ്പൊ നിനക്ക് ഇങ്ങനെ കിട്ടുന്ന സമയത്ത് നീ ഷോ ചെയ്യണം. ഇത് ഭയങ്കര, അപ്പൊ ഞാൻ ഗിൽറ്റ് ഫീൽ അടിക്കും. അപ്പൊ ഞാൻ ക്രിക്കറ്റ് ഒക്കെ വിട്ടിട്ട് പിന്നെ ഷോ ചെയ്യാൻ വരും. അങ്ങനെ 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ഫ്രീ ആയിരുന്നു. ബേസിക്കലി ക്രിക്കറ്റിന് വേണ്ടി അന്ന് ഫൈനൽസ് ഒക്കെ ആയിരുന്നു. അപ്പൊ അത് കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അപ്പം ഇത്രയും ഇഷ്ടം, അത് മോശമാണ്, അത് നല്ല കാര്യമല്ല. ഷോസ് കിട്ടുമ്പോ ചെയ്യണം. ഇത്ര ഇഷ്ടമായിട്ട് എന്തുകൊണ്ടാണ് ക്രിക്കറ്റ് കളിയിലേക്ക് മാറാതിരുന്നേ? എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമായിരുന്നു ക്രിക്കറ്റ് കളിക്കുന്നത്. ഭയങ്കര ഒരു ഇപ്പോഴും ലൈക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ആക്ച്വലി പാട്ടൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ഒരു സംഭവം ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ നെറ്റ്സ് കളിക്കാൻ പോകും. ഇപ്പൊ മഴക്കാലമാണ്, ഈ സമയത്ത് പറ്റില്ല, പക്ഷെ പറ്റും. പക്ഷെ എന്താ പറയാ, ബോംബെയിൽ പോകുമ്പോൾ മൈ ഫസ്റ്റ് തിങ് ഇസ് ലൈക്ക് ഗോ ഫോർ നെറ്റ്സ്. അതാണ് എൻ്റെ എന്താ പറയുക, സിൻസിയർ ആയിട്ട് ചെയ്യുന്ന പരിപാടി. ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യുക, ക്രിക്കറ്റ് കളിക്കുക എന്നാണ് ഇപ്പോഴും. ബട്ട് സംവേർ എനിക്ക് തോന്നുന്നു എൻ്റെ സമയത്ത് ഈ IPL ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ രഞ്ജി, പിന്നെ ഇന്ത്യൻ ടീം, ഇത് മാത്രമായിരുന്നു നമ്മുടെ ഒരു സംഭവം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സംഭവിച്ച ബോംബെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, കുറേ പേര്. അതെ, മേ ബി ഞാൻ ചിലപ്പോൾ വിചാരിക്കും, അയ്യോ ഞാൻ കേരളത്തിന് ട്രൈ ചെയ്യായിരുന്നു അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്തിന് ട്രൈ ചെയ്യായിരുന്നു. ചിലപ്പോൾ അത്ര എനിക്കറിയില്ല, എവിടെയും കുറെ കോമ്പറ്റീഷൻസ് ഉണ്ട് ഡെഫിനറ്റ്ലി, എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷെ സംവേർ ട്രൈ ചെയ്തില്ല എന്നൊരു വിഷമമുണ്ട് എനിക്ക്. ഞാൻ പിന്നെ ചെന്നൈ പോയി. അങ്ങനെ പിന്നെ വേറെ റൂട്ട് പിടിച്ചു. പാട്ടും ഉണ്ടായിരുന്നല്ലോ, ഈ ക്രിക്കറ്റിന്റെ ഇടയിൽ പാട്ടും ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ ഫുൾ ക്രിക്കറ്റ് കളിക്കും, അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും പാട്ടിന്റെ. അപ്പൊ അങ്ങനെ ആയിരുന്നു എന്റെ
സ്കൂൾ ഡേയ്സ് ഒക്കെ സ്കൂൾ കോളേജ് ഡേയ്സ്. പ്ലെയർ ആരാ ഏറ്റവും ഇഷ്ടമുള്ളത്? ഏറ്റവും ഇഷ്ടം ഡെഫിനറ്റ്ലി സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത് തന്നെയായിരിക്കും. അതെല്ലാവർക്കും അങ്ങനെ. ഇപ്പോഴത്തെ ഒരു ഇതാണ് വിരാട് കോഹ്ലി ഫാനാണ് ഞാൻ. നമ്മുടെ കേരളത്തിന് സ്വന്തം ആളുണ്ട് സഞ്ജു. സഞ്ജു സാംസൺ നമ്മുടെ കോണ്ടാക്ട് ഉണ്ടോ? മീൻസ് പിന്നെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്, ലൈക്ക് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്. ഇപ്പൊ അടുത്ത സച്ചിൻ ബേബി ഒക്കെ കയറി സച്ചിൻ ബേബി ഭയങ്കര ക്ലോസ് ആണ്. സച്ചിൻ ബേബി മെന്ററായിട്ടും ഞങ്ങളുടെ കൂടെ CCL വന്നിരുന്നു. ഈ കംസ് ലൈക്ക് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സിലും പുള്ളി സച്ചിൻ ബേബിയാണ്. സോ ബേസിക്കലി ഇവരൊക്കെ ഇൻസ്പിറേഷൻ ആണ്. കാരണം എനിക്കും ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവരൊക്കെ കാണുമ്പോൾ നമുക്കൊരു അങ്ങനെ. പാട്ടിലേക്ക് വരുവാണെങ്കിൽ ഇത്ര നേരമായിട്ട് പാട്ട് പാടിക്കാത്ത എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. കാരണം എൻ്റെ അടുത്ത് വരുമ്പോ ക്യാമറ ടീം പറയും പകുതി ഭാഗം പാട്ടായിരിക്കുമല്ലോ, എന്നിട്ട് ഞാൻ ഇത്ര നേരമായിട്ടും പാട്ട് പഠിപ്പിച്ചിട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മറ്റേ അയിലമത്തി ആ പാട്ടാണ്. പക്ഷെ എനിക്ക് മഞ്ഞു പോലെ മാൻതുള്ളി പോലെ എന്നുള്ള ആ പാട്ട് കേട്ടാൽ കൊള്ളാവുന്നുണ്ട്. ഈ പ്രശ്നം ലിറിക്സ് ആണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മലയാളത്തില്. അപ്പൊ അതൊന്ന് ഫോൺ എടുക്കണം നോക്കിയിട്ട് ആ പാട്ട് തന്നെ വേണല്ലേ? അത് തന്നെ വേണമെന്നില്ല. ഞാൻ എന്റെ പാട്ട് പാടാം. ഇത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. അത് ഞാൻ സ്റ്റീവ് ലോപ്പസ് പറഞ്ഞൊരു മൂവിയുടെ ഒരു പാട്ടാണ്. ഫാദിക്കയുടെ ബ്രദറിന്റെ ഫസ്റ്റ് പടാണ്, ഫർഹാന്റെ. അപ്പോ തെരുവുകൾ നീ ഞാൻ വേഗമായി, അലക്കടൽ നീ ഞാൻ തോണിയായി, ആരോമലേ ആകാശമേ അണയുന്നു ഞാൻ, നീ പെയ്യുകെന്നിൽ തോരുകെന്നിൽ മഴമേഘമേ, ഞാൻ നിറയാമതിൽ അലിയാമതിൽ എൻ സ്നേഹമേ. അടിപൊളി. ഇത് ഞാൻ കുറവാണ് പാടാറ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷാബാസിക്ക ചെയ്തൊരു. ഓക്കെ, നമ്മളെപ്പോഴും ഈ പാട്ടുകളൊക്കെ ആയിരിക്കും ഒന്ന് തൈക്കുടം പിടിച്ചിന്റെ സോങ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ സിനിമയിലെ കുറെ. എനിക്ക് മഞ്ഞു പോലെ ഞാൻ പറയാൻ കാരണം ഞാനത് കേട്ടിരുന്നു ഈ വോയിസില്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ടാണ് അത് പാടാൻ പറഞ്ഞത്. മഞ്ഞു പോലെ പോലെ മിന്നൽ പോലെ തെന്നൽ പോലെ അവൾ പഞ്ചവർണ്ണ പടവിൽ കുഞ്ചയത്ന കുളിരിൽ. ലിറിക്സ് അറിയില്ല, അതാണ് പ്രശ്നം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.